ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യലെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു റേഷ്യോയിലാണ് പ്രൊഫൈൽ വേണ്ടത് ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 4:5 റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. then നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവും. ടെലഗ്രാമിൻ്റെ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാണ്. 3 ഡോട്ടിൽ വന്നിട്ട് ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ മീഡിയയിൽ വരാം. നിങ്ങളുടെ ആരുടെയാണോ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഏർലി ഹാളണ്ടിൻ്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി PNG ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഏർലി ഹാളിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. ആഡ് എഫക്ട്സിൽ വന്നിട്ട് നമ്മൾ ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു PNGയുടെ പുറത്തേക്കൂടെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോ എന്ന് പറഞ്ഞ എഫക്റ്റാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം കൊടുക്കുന്നത്. സോ നമ്മളിവിടെ വരാം, സെർച്ച് ഓപ്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗ്ലോ എന്ന് സെർച്ച് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ഗ്ലോ എഫക്റ്റ് ഇവിടുന്ന് കിട്ടും. സോ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഈ ഒരു പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജേഴ്സിയുടെ കളർ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്കിത് കുറച്ചും കൂടെ കട്ടി കളർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു റേഞ്ചിൽ മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതൊരു കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചൂസ് ചെയ്യൽ എപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് അത്യാവശ്യം മാച്ച് ആവുന്ന ഒരു കളർ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ഗ്ലോ എഫക്റ്റ് എന്ത് ചെയ്യുക, കോപ്പിയോടെ ചെയ്തെടുക്കുക. ദെൻ എഗെയിൻ നമ്മൾ മീഡിയയിലേക്ക് വന്ന ശേഷം ഞാനിപ്പോൾ അലൈറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് അലൈറ്റ് മോഷൻ്റെ ലോഗോയാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ക്യാപ് കട്ടോ VN ആഫ്റ്റർ എഫക്ട്സോ ഏതിലാണോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലോഗോ ഒന്ന് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ കറക്റ്റ് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ PNGയുടെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, പൊതുവെ എല്ലാവരും ആ ഒരു സൈഡിലായിരിക്കും സെറ്റ് ചെയ്യൽ ലോഗോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലും സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ആ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഗ്ലോ എഫക്റ്റ് ഒന്ന് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, മീൻസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ബ്ലറാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ബ്ലറിൽ വരാം, ഡയറക്ഷണൽ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡയറക്ഷണൽ ബ്ലറിൽ വന്നാൽ ഇത്രയും ബ്ലറായിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടൽ. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 0.2 സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത് നമ്മളിവിടെ കറക്റ്റായി സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വരിക. ദെൻ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവർലൈസും കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഈ ഒരു ഓവർലൈസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇവിടെ വരാം, 3 ഡോട്ടിൽ വരാം, ഫിൽ സ്ക്രീൻ ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ലൈറ്റിൽ വരാം, സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഏറ്റവും താഴെയായിട്ട് സെറ്റ് ചെയ്യുക. സോ നമുക്കിത് ഈ ഒരു റേഞ്ചിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർലേ കൂടെ സെറ്റ് ചെയ്യാം. അതായത് ഓവർലൈസ് നിങ്ങൾക്ക് മാറ്റി ട്രൈ ഔട്ട് ചെയ്തൊക്കെ പിൻട്രസ്റ്റിൽ പോയിട്ട് ഓവർലൈസ് അടിച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഓവർലൈസ് ഉണ്ടാവും. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യുക. അത് നമ്മൾ ഇതേപോലെ താഴേക്ക് സെറ്റ് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ നേരത്തെ പോലെ തന്നെ ലൈറ്റിൽ ഒന്ന് സ്ക്രീൻ ആക്കി കൊടുക്കുക. സോ ഇപ്പോൾ അത് റെഡ് കളറാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ബ്ലൂ കളർ ആക്കാൻ വേണ്ടിയിട്ട് ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്. അത് വന്ന് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ വാല്യൂ വന്ന് ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കളറ് മാറുന്ന കാണാൻ സാധിക്കും. സോ ബ്ലൂ ആവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നിർത്താം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അലൈറ്റ് മോഷൻ്റെ ലോഗോ ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക. അതും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂ ഷിഫ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളറിലേക്ക് ആക്കാം. ഇപ്പോൾ ഞാൻ ബ്ലൂ എന്ന് പറയുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ബ്ലൂ ആയതുകൊണ്ടാണ്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ റെഡോ യെല്ലോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, കളേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു ലോഗോവും വന്ന് എന്ത് ചെയ്യുക, ബ്ലൂ കളറിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വരാം. നമ്മൾ ഈ ഒരു ടേപ്പ് എഫക്റ്റ്, അതായത് ഈ ഒരു പേപ്പർ ടാപ്പ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു കണ്ണിനാണ് ഞാനത് വെക്കുന്നത്. സോ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആ കണ്ണിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ നമ്മൾ സ്ട്രെച്ച് സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കളർ ഗ്രേഡിംഗ് തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേറെ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ പോയിട്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഇവിടെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്ലറിൽ വരിക. നമ്മൾ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് 0.11
ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്ക് വരിക, എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യുക. ഇതിൽ എക്സ്പോഷർ വന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ചൊന്ന് ഇതുപോലെ കുറച്ച് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ആ ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക, ഡിഫറൻസിൽ സബ്സ്ട്രാക്റ്റ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതേപോലെ ഉള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പേടിക്കേണ്ട, നമ്മൾ അടുത്ത ലെയറിൽ അത് സെറ്റാക്കും. നമ്മൾ എഗെയിൻ സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സ്, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. കാരണം നമുക്ക് ഈ ആഡ് എഫക്ട്സിലേക്ക് വന്നാലാണ് നമുക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോർ മീൻസ് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോഷർ ഒന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ആ ഒരു ഇമേജിന്, അതായത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പിക്കിന് എത്ര എക്സ്പോഷറാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, എക്സ്പോഷറും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ ബ്ലറിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഷാർപ്പൻ ആഡ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇമേജിന് എത്ര ഷാർപ്പൻ, അത് മീൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാം കുറച്ച് ക്വാളിറ്റി ലോസ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷാർപ്പനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ ഒരു 0.20 അല്ലെങ്കിൽ 25 ആയിരിക്കും സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഷാർപ്പനും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് വേറെ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഫക്ട്സിൽ ഈ എക്സ്പോഷർ ആൻഡ് ഗാമയിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ, ഇതേപോലെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ മുകളിലെ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്ട്സിൽ വന്നിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഒരു എഫക്റ്റ്, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്നുള്ള എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള ഒരു എഫക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈനസ് ആക്കി കൊടുക്കുക. അല്ല അത്യാവശ്യം നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, വാല്യൂ ഞാൻ ഇപ്പോൾ ഒരു മൈനസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു മീഡിയം കളറിലാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ സെറ്റാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ട് ഇനി നിങ്ങൾക്ക് ആ ഒരു കണ്ണിലെ ടേപ്സിൽ ആ ഒരു എഫക്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ടേപ്സ് എന്ത് ചെയ്യുക, ഇതുപോലെ മുകളിലേക്ക് ആക്കിയാൽ ആ ഒരു ടേപ്സിൽ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും വരില്ല. സോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുക. ഈ ഒരു കളർ ഗ്രേഡിങ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ CCസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റിലേക്ക് വരികയാണ്, നമ്മളിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ജസ്റ്റ് NK ലാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ടിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ മീൻസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോണ്ടാണ്, അതായത് മെയ്ഡ് സോൾമേസ് എന്ന് പറഞ്ഞ ആ ഒരു ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മൾ ഏറ്റവും ടോപ്പിലേക്കായിട്ട് വരിക, ആ ഒരു ടേപ്പിന് കണക്കായിട്ട് സെറ്റ് ചെയ്യുക. റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റ് സൂമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, സൂമിങ്ങും അതേപോലെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികം ബോറാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്താൽ നമ്മുടെ DP ഇവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറണ്ട് ഫ്രെയിം ആസ് PNG എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇമേജ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്ക് ഇപ്പോൾ അറിയില്ല ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, കുറേ ആൾക്കൊക്കെ അറിയാം, മീൻസ് ഓൾറെഡി ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് PNG ആയിട്ട് മീൻസ് ഒരു ഫോട്ടോ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഗ്രേഡിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത്, ഇതൊരു അഡീഷണൽ ആണ്, മനസ്സിലായില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്, ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇതേപോലെ ഗ്രേഡിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. 2-3 ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ആ ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഫില്ലായി കിട്ടും, മനസ്സിലായില്ലേ? താഴെ ആ ഒരു ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവും ആ ഒരു എഡ്ജ് വന്ന്, അത് ഇതേപോലെ എന്ത് ചെയ്യും, മാറിക്കിട്ടും. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.